ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി കടന്നതിനെ തുടർന്ന് 1989 ജൂലൈ 11 മുതൽ ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു വരുന്നു. ഇന്ന് 2024 ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ തീം എന്നത് ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവരി വൺ എന്നതാണ്. എന്താണ് ഡീമോഗ്രാഫി? ഡീമോഗ്രാഫി എന്ന് പറയുന്നത് ജനസംഖ്യയെക്കുറിച്ചും ജനസംഖ്യാ ഘടനയെക്കുറിച്ചുമുള്ള പഠനമാണ് എന്ന് നമുക്ക് സിമ്പിളായി പറയാം. അവിടെ ജനസംഖ്യയെക്കുറിച്ചുള്ള കണക്കെടുക്കുന്നതിനെയാണ് നമ്മൾ സെൻസസ് എന്ന് പറയുക. ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു നിശ്ചിത കാലയളവിൽ എന്തുമാത്രം ആളുകൾ താമസിക്കുന്നു എന്നുള്ളൊരു കൗണ്ടാണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ സെൻസസ് അല്ലെങ്കിൽ കനേഷുമാരി എന്ന് പറയാം. ഇനി അവിടെ ഇന്ത്യയിൽ ആദ്യമായൊരു സെൻസസ് നടക്കുന്നത് 1872 ലോർഡ് മയോയുടെ കാലഘട്ടത്തിലാണ്. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 1901 മുതൽ ഓരോ 10 വർഷം കഴിയുന്തോറും ഇന്ത്യയിൽ സെൻസസ് നടത്തി വരുന്നു. ഇന്ത്യയിൽ അവസാനമായി സെൻസസ് കണക്കെടുത്തത് 2011 ലോക ജനസംഖ്യയിൽ ആദ്യ സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയെന്നും ചൈനയെന്നും നമ്മുടെ മനസ്സിൽ ഉത്തരം വന്നിട്ടുണ്ടാവും അല്ലേ? എങ്കിൽ 2023 UN റിപ്പോർട്ട് അനുസരിച്ച് ചൈനയെ മറികടന്ന് ലോക ജനസംഖ്യയിൽ ആദ്യ സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. ജനസംഖ്യ കൂടി വരുന്നത് അതിനനുസരിച്ച് വിഭവങ്ങൾ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനസംഖ്യാ വളർച്ച എന്ന് പറയുന്നത് ആ രാജ്യത്തെ ദോഷകരമായി തന്നെ ബാധിക്കും. അങ്ങനെ ജനസംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിലവിൽ വരുന്നത് 1952 ഒക്ടോബർ 2 ആദ്യ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇന്ത്യയുടെ ഒരു പോപ്പുലേഷൻ ഘടന നോക്കുകയാണെങ്കിൽ, ഒരു പോപ്പുലേഷൻ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 0 മുതൽ 14 വയസ്സ് വരെയുള്ള ആളുകൾ, അതുപോലെ 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. ഈ ഒരു ഘടനയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് വർക്കിംഗ് പോപ്പുലേഷനാണ്, അല്ലെങ്കിൽ 15 വയസ്സിനും 59 വയസ്സിനും ഇടയിലുള്ളവരാണ്. ബാക്കിയുള്ള രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയല്ല. ചില രാജ്യങ്ങളിലൊക്കെ ആശ്രിതരുടെ എണ്ണമാണ് കൂടുതൽ. ആശ്രിതർ എന്ന് പറയുന്നത് 0 മുതൽ 14 വയസ്സ് വരെയുള്ളവരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് ആശ്രിത ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ അവരുടെ എണ്ണമാണ് കൂടുതലെങ്കിൽ തീർച്ചയായിട്ടും അതും രാജ്യത്തിന് പ്രശ്നം തന്നെയാണ്. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് വർക്കിംഗ് പോപ്പുലേഷനാണ്. 7ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പറയാറുണ്ട്, മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞ പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. ആധുനികവൽക്കരണത്തിനും അതുപോലെ തൊഴിലവസരങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത 7ാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ കൂടുതലായിട്ട് സേവന മേഖലയ്ക്ക് കൂടി പ്രാധാന്യം വരുന്നു. അങ്ങനെ പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ ആ പങ്ക് തിരിച്ചറിഞ്ഞ പദ്ധതി കൂടിയാണ് 7ാം പദ്ധതി എന്ന് നമ്മൾ പറയാറുണ്ട്. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 8ാം പഞ്ചവത്സര പദ്ധതി മാനവ വിഭവശേഷി വികസനത്തിന് തന്നെ നമ്മൾ പ്രാധാന്യം കൊടുത്തു. തുടർന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബഡ്ജറ്റ് പരിശോധിക്കുകയാണെങ്കിലും 2024-25 ഇൻ്ററിം ബഡ്ജറ്റിലും നമ്മൾ പറഞ്ഞൊരു കാര്യം 2047 ആകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക. പക്ഷേ അവിടെ നമ്മളിവിടെ 4 ഫോക്കസ് ഏരിയകൾ പറഞ്ഞതിൽ ഈ ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് കൊടുത്തത് യുവശക്തിക്കാണ്. 2023-ലെയും 24-ലെയും ബഡ്ജറ്റിൽ നമ്മൾ യുവശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എന്തായിരിക്കും കാര്യം? നമ്മുടെ ആ ഒരു പോപ്പുലേഷൻ്റെ ഘടന തന്നെയാണ്. നമ്മൾ പറഞ്ഞതനുസരിച്ച് 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുടെ ഏജ് ഗ്രൂപ്പാണ് ഇന്ത്യയിൽ കൂടുതൽ. അതായത് വർക്കിംഗ് പോപ്പുലേഷൻ. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യലും അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം, 2011 സെൻസസ് അനുസരിച്ചിട്ട് ഇന്ത്യയുടെ 2011 സെൻസസിലെ തീം എന്തായിരുന്നു? അതുപോലെ 2011 സെൻസസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആയിരുന്നു എന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക.